ഹായ്. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചെറിയൊരു പുസ്തകത്തെക്കുറിച്ചാണ്. സാം ഹാരിസിൻ്റെ ലൈഫ്. ഈ പുസ്തകത്തിൻ്റെ വിഷയം നമ്മളെല്ലാവരും ദിവസവും ചെയ്യുന്നൊരു കാര്യമാണ്. നുണ പറയുക. വലിയ നുണകളല്ല, ആരെയും വേദനിപ്പിക്കില്ലെന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുന്ന വൈൽഡ് ലൈസ് എന്ന് പറയാൻ പറ്റുന്ന ചെറിയ കള്ളങ്ങൾ. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സമ്മാനം നിങ്ങളൊരു ഫ്രണ്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുമെന്ന് വിചാരിക്കുക. ആ നിമിഷം അവരുടെ മുഖത്ത് നോക്കി എന്തു പറയും? കൊള്ളാം, എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നൊരു ചെറിയൊരു പുഞ്ചിരിയോടെ പറയുമോ, അതോ സത്യം പറയും? ഈ ഒറ്റ നിമിഷത്തിലെ തീരുമാനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ പുസ്തകം പറയുന്നത് നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഈ ചെറിയ നുണകൾ പോലും നമ്മളുടെ ബന്ധങ്ങളെയും സമൂഹത്തിൻ്റെ ആകെമൊത്തമുള്ള ഒരു വിശ്വാസത്തെയും എങ്ങനെ കാർന്നു തിന്നുന്നുവെന്നും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പൂർണ്ണമായ സത്യസന്ധത ഇതിനേക്കാൾ, ഈ ചെറിയ ചെറിയ കള്ളങ്ങളേക്കാൾ ഒരുപക്ഷെ കൂടുതൽ നല്ലതും കൂടുതൽ പ്രായോഗികമായതും എങ്ങനെയാണെന്നാണ്. ആദ്യം തന്നെ എന്താണ് നുണ? നുണയ്ക്ക് ഈ പുസ്തകം കൊടുക്കുന്ന ഡെഫിനിഷൻ, മറ്റുള്ളവർ നമ്മളിൽ നിന്ന് സത്യസന്ധമായ ആശയവിനിമയം പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ അവരെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുക. ഇതാണ് ഈ പുസ്തകം കൊടുക്കുന്ന ഡെഫിനിഷൻ്റെ. ഇവിടെ മനഃപൂർവ്വം എന്ന വാക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതാണ് അതിൻ്റെ കോർ. ഇപ്പോൾ സുഖമാണോ എന്ന ചോദ്യത്തിന് സുഖം എന്ന് ഉത്തരം പറയുന്നത് നുണയല്ല. കാരണം അതൊരു സാമൂഹിക ആചാരം മാത്രമാണ്. നുണ സംഭവിക്കുന്നത് നിങ്ങൾ ഒരു തെറ്റായ വിശ്വാസം മറ്റൊരാളുടെ മനസ്സിൽ മനഃപൂർവ്വം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. സത്യം എന്ന് പറയുന്നതും സത്യസന്ധത എന്ന് പറയുന്നതും പൊതുവെ ഒന്നായിട്ട് യൂസ് ചെയ്യുമെങ്കിലും അത് രണ്ടും ഒന്നല്ല. ഒരു വ്യക്തി ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു തെറ്റായ കാര്യം പറഞ്ഞാൽ അത് വസ്തുതയല്ലായിരിക്കും, പക്ഷെ അത് സത്യമാണ്. എക്സാമ്പിൾ, ആത്മാർത്ഥമായി ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഭൂമി പരന്നതാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, പക്ഷെ അത് നുണയാകുകയില്ല. മനസ്സിലായി? നുണ എന്ന് പറഞ്ഞാൽ സത്യം അറിഞ്ഞിട്ടും അതിനെ മറച്ചു വെക്കുകയോ വളച്ചൊടിക്കുകയോ ചെയ്യുന്നതാണ്. ഇവിടെയാണ് വൈറ്റ് ലൈസ് എന്ന പ്രശ്നം വരുന്നത്. നല്ലതിനു വേണ്ടി എന്ന് നമ്മൾ ന്യായീകരിക്കുന്ന ചില ചെറിയ. ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു കഥയുണ്ട്. അതായത് ഒരാൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് പോവുകയാണ്. പോകുന്ന വഴിയിലാണ് അവർ ഓർക്കുന്നത്, അയ്യോ ഗിഫ്റ്റൊന്നും മേടിച്ചില്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരുടെ ഹോട്ടലിലെ സോപ്പും ഷാമ്പുവും ഭംഗിയായി പൊതിഞ്ഞ് ഒരു സമ്മാനപ്പെട്ടിയിലാക്കി സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകും. സുഹൃത്തിന് അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് സുഹൃത്ത് ചോദിക്കുകയാണ്, ഇത് എവിടെ നിന്ന് മേടിച്ചത്? ഉടനെ അവരുടെ അടുത്ത് വായിക്ക് പറയുന്നത്, ഇത് ഹോട്ടലിലെ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അവരുടെ 4 വയസ്സുകാരനായ മകൻ പറയുന്നു, അയ്യോ അമ്മ, അല്ലല്ലോ, ഇത് അമ്മ ബാത്റൂമിൽ നിന്ന് എടുത്തതല്ലേ. എന്ത് നാണക്കേടായിരിക്കും അവസ്ഥ. പക്ഷെ ഈ പുസ്തകം പറയുന്നത് ആ നാണക്കേടിനെ കുറിച്ചല്ല. ഈ നാണക്കേട് മാറ്റി വെച്ച് ഈ ഒരു നുണ ആ സൗഹൃദത്തിൽ ഉണ്ടാക്കാനിടയുള്ള മാറ്റങ്ങളെക്കുറിച്ച്. എന്ത് മാറ്റമായിരിക്കും ഈ ഒരു നുണ ആ സൗഹൃദത്തിൽ ഉണ്ടാക്കുന്നത്? ആ നിമിഷം മുതൽ ആ സുഹൃത്തിൻ്റെ മനസ്സിലൊരു സംശയം പിറക്കാം. ആവശ്യം വന്നാൽ ഇവൾ നുണ പറയാം. കള്ളം പറയാൻ മടിയൊന്നും അങ്ങനെ ഇല്ലാത്തൊരാളാണ്. അവിടെയാണ് വിശ്വാസത്തിന് വിള്ളൽ വീഴുന്നത്. ഈ പുസ്തകം പറയുന്നു, ഓരോ ചെറിയ നുണയും മറ്റൊരാളുടെ യാഥാർത്ഥ്യത്തിലേക്കുള്ള വാതിലടക്കുന്നതിന് തുല്യം. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് അനുഭവിക്കുന്ന ഒരു സാധാരണ സാഹചര്യമാണ്, ഒരു സുഹൃത്ത് പുതിയ ഡ്രസ്സ് ഇട്ട് ചോദിക്കുന്നു, ഈ ഡ്രസ്സിൽ എന്നെ കണ്ടാൽ തടി തോന്നുന്നുണ്ടോ, എങ്ങനെയുണ്ട്? പൊതുവെ നമ്മൾ അവരുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി, കൊള്ളാം, അടിപൊളി, കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് വിഷമമായാലോ എന്ന് കരുതിയാണ് നമ്മൾ ഈ ചെറിയ വൈൽഡ് ലൈ പറയുന്നത്. എന്നാൽ ഈ പുസ്തകം പറയുന്നത് എടുത്തടിച്ച് സത്യം പറഞ്ഞ് റൂഡായി പെരുമാറണമെന്നല്ല, പക്ഷേ സത്യം പറയാം എന്നാൽ ക്രൂരമായിട്ടല്ലാതെ പറയാം. ഉദാഹരണത്തിന്, ഈ ഡ്രസ്സ് നിനക്കത്ര ചേരുന്നില്ല, നമുക്ക് വേറെ നോക്കിയാലോ എന്ന് പറയാം. ഇനി പക്ഷേ ശരിക്കും ആ സുഹൃത്തിന് തടി ഉണ്ടെങ്കിലോ അപ്പോഴും സത്യം പറയാം. സാം ഹാരിസ് തൻ്റെ ഒരു അനുഭവം പറയാം. ഒരു സുഹൃത്ത് ചോദിച്ചു, ശരിക്കും എനിക്ക് തടിയുണ്ടോ? സാം ഹാരിസ് മറുപടി പറയുന്നത്, നിങ്ങളാരും തടിയനെന്ന് വിളിക്കില്ല, പക്ഷേ 10-12 കിലോ കുറച്ചാൽ ആരോഗ്യത്തിന് നല്ലതാണ്. 2 മാസത്തിനുള്ളിൽ ആ സുഹൃത്ത് 7 കിലോ കുറച്ചു. ഒരു ചെറിയ നുണ ആ സാധ്യതയെ എന്നേക്കുമായി ഇല്ലാതാക്കുമായിരുന്നു. പക്ഷെ അവിടുത്തെ സത്യം പറഞ്ഞതുകൊണ്ട് ആ സുഹൃത്തിന് മെച്ചമുണ്ടായി. ചിലപ്പോൾ മറ്റൊരാളെ സംരക്ഷിക്കാനായി പറയുന്ന നുണകൾ അവരെ കൂടുതൽ അപകടത്തിലാക്കും. ഇതിൻ്റെ എല്ലാം അപ്പുറം നുണകൾക്കൊരു മാനസികമായ വിലയുണ്ട്. സാം ഹാരിസ് അതിനെ വിളിക്കുന്നത് മെൻ്റൽ അക്കൗണ്ടിങ് എന്നാണ്. അതായത് നമ്മൾ നുണ പറഞ്ഞാൽ അത് നമ്മൾ എന്നും ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്. ആരോട് എന്ത് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, ഇനി എന്ത് പറയണം, ഇതെല്ലാം നമ്മളിങ്ങനെ മനസ്സിലിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി സത്യം പറയുന്ന ആൾക്കാർ ഈ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇനി ഒരു വലിയ നുണയെ കുറിച്ച് പറയാം. ഈ പുസ്തകത്തിൽ അങ്ങനൊരു ചാപ്റ്റർ ഉണ്ട്. അതായത്
ആൻഡ്രൂ വേക്ക്ഫീൽഡ് എന്ന് പറയുന്ന ഒരു MMR വാക്സിൻ പഠനം നടത്തിയ ഒരാൾ ഒരു നുണ പ്രചരിപ്പിക്കുകയാണ്. അയാളുടെ ഡേറ്റകൾ കൃത്രിമത്വം കാണിച്ചുകൊണ്ട് ഒരു നുണ MMR വാക്സിൻ ഓട്ടിസം ഉണ്ടാക്കുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ പരത്തുന്നു. ഈ നുണ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് കുട്ടികളുടെ ആരോഗ്യത്തെ അപകടത്തിലാക്കി. ഈ പഠനം വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടും ഈ നുണ ഇന്നും നമുക്കിടയിൽ പോലും ഇത് ജീവിക്കുന്നു. ഇതിനെയാണ് ഇലൂഷറി ട്രൂത്ത് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു നുണ വീണ്ടും വീണ്ടും കേട്ടാൽ അത് സത്യമാണെന്ന് നമുക്ക് തോന്നും. ഇതുകൊണ്ടാണ് നമ്മുടെ പരസ്യ ഇൻഡസ്ട്രിയും മാധ്യമങ്ങളും എല്ലാം അവരവരുടെ നെഗറ്റീവുകളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗീബൽസിൻ്റെ തന്ത്രമാണ് ഒരു നുണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നാൽ അത് സത്യമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വീഡിയോയുടെ സാരം ഇതാണ്: നുണ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് സത്യത്തോടുള്ളൊരു അവഗണനയാണ്. ഖാലിദ് ഹുസൈനിയുടെ ഏതൊരു പുസ്തകം, 1000 Splendid Suns ആണെന്ന് തോന്നുന്നു, അതിനകത്തെന്ന് തോന്നുന്നു. അതായത് അതിലൊരു കഥാപാത്രം പറയുന്നതാണ് നുണ പറയുക എന്ന് പറഞ്ഞാൽ മോശമാണെന്ന്. അതെന്തുകൊണ്ടാണ് മോശമാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: മറ്റൊരാളുടെ സത്യം അറിയാനുള്ള അവകാശത്തെയാണ് നിങ്ങളവിടെ മോഷ്ടിക്കുന്നത്. ഇതിൽ നന്നായിട്ട് അത് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അതായത് മറ്റൊരാളുടെ യാഥാർത്ഥ്യത്തെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ സത്യം പറയും, സത്യസന്ധത ജീവിതം ലളിതമാക്കും, ബന്ധങ്ങളെ ശക്തമാക്കും, അല്ലെങ്കിൽ മനസ്സിന് ഭാരമില്ലാതാക്കും. ഇതൊക്കെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. എന്തായാലും ഒരു എക്സ്പെരിമെൻ്റ് നമുക്ക് നടത്താം. അതായത് അടുത്ത 24 മണിക്കൂറത്തേക്ക് നിങ്ങൾ ഒരൊറ്റ കള്ളം പോലും പറയത്തില്ല എന്ന് തീരുമാനിച്ചു നോക്കുക. ഒരു വൈൽഡ് ലൈ പോലും ഞാൻ പറയില്ല എന്ന് തീരുമാനിച്ചാൽ എന്ത് മാറ്റമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ പുസ്തകം എടുത്ത് വായിക്കുന്നതിനേക്കാൾ ഈ ഒരു പരീക്ഷണം ചെയ്ത് നോക്കുക. അടുത്ത 24 hours ഒരൊറ്റ കള്ളം പറയത്തില്ലെന്ന് നിങ്ങൾ തീരുമാനമെടുത്തു. ഐ തിങ്ക് ഇറ്റ്സ് ലിബറേറ്റിംഗ്.